ഞാൻ ആക്ച്വലി ബോംബെന്ന് വന്നതാ, പൂനെന്ന് വന്നതാ ഇതിനായിട്ട്. കറക്റ്റ്. ശോഭനയുടെ സിനിമയാണ്, ശോഭനയുടെ പെർഫോമൻസ് ആണല്ലോ വന്നത്. വീണ്ടും ശോഭന മാമിന്റെ ലാസ്റ്റ് സീക്വൻസ് കാണാൻ ഞാൻ എത്തിയത്. ഇതിപ്പോ ഇതിനോടകം ഒരു 180 തവണയെങ്കിലും അപ്പം മൂവി കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും സ്പെഷ്യലാണ് ആ മൂവി. അത് കുറെ ലെജൻഡറി ആൾക്കാർ കൂടെ വന്ന് ഒരു മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരവരുടെ വേറെ പണിക്ക് പോയി. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് തിയേറ്ററിൽ കണ്ട ഈ റീ റിലീസ് തിയേറ്ററിൽ കണ്ടല്ലോ, അതിന്റെ എഫക്റ്റ് നിങ്ങൾ മറക്കൂല. അറ്റ്മോസ് എഫക്റ്റ് ഉണ്ടല്ലോ, സൂപ്പറാണ്. എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു മാജിക് ഈ സിനിമയ്ക്കുണ്ട്. ഇതിനു മുകളിലോ ഇതുപോലെയോ ഇനി സംഭവിക്കില്ലെന്ന് ഉറപ്പുള്ള സിനിമ 31 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ ടൈംലെസ് ക്ലാസിക് റീ റിലീസിനെത്തുന്നു. അപ്പോൾ നിങ്ങളെ മണിച്ചിത്രത്താഴ് വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഫാക്ടർ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ മണിച്ചിത്രത്താഴ് 4K റീ റിലീസ് കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു. എക്സ്പീരിയൻസ് ഐ തിങ്ക് ബെസ്റ്റ്. 2 ആഴ്ച മുമ്പ് ദേവദൂതൻ വന്നു ആൻഡ് നൗ ദിസ് മൂവി. ഐ തിങ്ക് നമ്മൾ ആ ഒരു പഴയ ക്ലാസിക്സ് വീണ്ടും കാണാൻ പറ്റും നമ്മുടെ ജനറേഷന് ഹ്യൂജ് തിങ്. സൗണ്ടും ട്യൂൺസിനും കുറച്ച് മാറ്റം അവർ വരുത്തി ആൻഡ് നമ്മളെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ വിന്റേജ് ലാലേട്ടനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റി. അത് തന്നെ വലിയൊരു ഭാഗ്യം. അടിപൊളിയായിരുന്നു. ഇത് ശോഭനയുടെ സിനിമയാണ് മണിച്ചിത്രത്താഴെന്ന് തോന്നുന്നു. ടി വി ഒത്തിരി വട്ടം കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഭയങ്കര മാജിക്കലായിരുന്നു. ഒന്നും പറയാൻ കിട്ടുന്നില്ല വാക്ക്. ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള പടമാണ്. കുറെ കണ്ട് മടുക്കത്തില്ലെന്ന് പറഞ്ഞ പടം. മടുക്കത്തേ ഇല്ല. മാത്രമല്ല നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇവരുടെയൊക്കെ മൈന്യൂട്ട് സാധനം മനസ്സിലാവുന്നത്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഭയങ്കര ഭീകര പെർഫോമൻസ് ആണ് ഇതെന്നുള്ളത് മനസ്സിലാവുന്ന സിനിമയും കൂടിയാണ് മണിച്ചിത്രത്താഴ്. ലൈക്ക് ശോഭനയുടെ സിനിമയാണ്, ശോഭനയുടെ പെർഫോമൻസ് ആണല്ലോ വന്നേ. ശോഭനയുടെ സിനിമ ഈ റിയൽ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എൻഡിലായപ്പോൾ എനിക്കങ്ങ് കണ്ണൊക്കെ നിറഞ്ഞു പോയി കേട്ടോ. കാരണം ഞാൻ ആക്ച്വലി ബോംബെന്ന് വന്നതാ, പൂനെന്ന് വന്നതാ ഇതിനായിട്ട്. കറക്റ്റ്. ബിക്കോസ് ഐ ഡോണ്ട് നോ നോർത്തിൽ ഇതിൻ്റെ റിലീസ് കാണുമോ ഇല്ലയോ. സോ ഐ ഡോണ്ട് നോ. ആൻഡ് യുനോ ഒരു നല്ല കാര്യം, എനിക്കൊരു നല്ല പോസിറ്റീവ് സൈൻ എന്തോ കിട്ടിയ. ഞാൻ കൊച്ചിയിൽ ലാൻഡായിട്ട് ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമായിരുന്നു. സോ ഐ സോ മിസ്റ്റർ ഡയറക്ടർ ലാൽ എന്നെ ക്രോസ് ചെയ്യുന്നത്. എന്നിട്ട് പുള്ളി ഇതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടറായിരുന്നു ആ സമയത്ത്. അപ്പോൾ സിബി മലയാൽ, പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ ഇവർ സെക്കൻഡ് യൂണിറ്റായിട്ട് ഈ പടം കംപ്ലീറ്റ് ചെയ്യാൻ സൈമൾട്ടേനിയസ്ലി ഷൂട്ട് ചെയ്യുമായിരുന്നു. സോ ഫാസിൽ സാറും ഇത്രയും വലിയ ഡയറക്ടേഴ്സും ഉണ്ടാക്കിയ ഒരു സിനിമ അത് കണ്ടപ്പോൾ മീൻസ് ഇത്രയും ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ ലെജൻഡറി ആക്ടേഴ്സ് നമ്മുടെ വിട്ടുപോയ അവരൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. വൺസ് ഇൻ എ ലൈഫ് ടൈം. ഞാൻ പൂനെയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ അത് എന്തുമാത്രം പൊട്ടൻഷ്യൽ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പ്ലസ് ഞാൻ കേട്ടു ഏതോ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറും വന്നിട്ടുണ്ട് ജർമ്മനിയിൽ നിന്ന്. സോ അത്രയൊരു സെലിബ്രേഷൻ ആണ്. ഒരുപാട് തവണ കണ്ടിട്ടുള്ള പടമാണ്. അപ്പോൾ അത് പിന്നെ കണ്ടപ്പോൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്? മണിച്ചിത്രത്താഴ് അങ്ങനെ ആണല്ലോ, നമുക്ക് ഓരോ പ്രാവശ്യം കാണുമ്പോഴും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എസ്പെഷ്യലി മോഹൻലാലും തിലകനും എല്ലാവരും വന്നപ്പോൾ ഭയങ്കര ഹ്യൂജ് അപ്രീസിയേഷൻ ആയിരുന്നു. പഴയതുപോലെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഈ ജനറേഷൻ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെ ആയിരിക്കും. നമ്മൾ കേരളത്തിൽ കണ്ടതാണ് കഴിഞ്ഞ വർഷം. ഞാൻ 93 ശ്രീകുമാർ തിയേറ്ററിലും കണ്ടതാണ്. പക്ഷേ നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പടം കണ്ടു പോകണം. നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം ഈവൻ ചെറിയ കിണ്ടി വീഴുന്ന ശബ്ദം, താക്കോല്, ആ മാടമ്പള്ളി, കുറേ സംഭവങ്ങളുണ്ട്. ആ ഓഡിയോ ട്രാക്ക് അത്രയും നമ്മളിത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് തിയേറ്ററിൽ കണ്ട ഈ റീ റിലീസ് തിയേറ്ററിൽ കണ്ടല്ലോ, അതിൻ്റെ എഫക്റ്റ് നിങ്ങൾ മറക്കൂല. അറ്റ്മോസ് എഫക്റ്റ് ഉണ്ടല്ലോ, സൂപ്പറാണ്. പിന്നെ വിഷ്വല് ഇവർ പോസിറ്റീവ് നിന്ന് റീമാസ്റ്റർ ചെയ്താണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നെഗറ്റീവ് നിന്ന് റീമാസ്റ്റർ ചെയ്യുന്ന അത്രയും ക്വാളിറ്റി പറയില്ല, എന്നാലും ക്വാളിറ്റി ഉണ്ട്. ഫുൾ സ്ക്രീൻ അല്ല പടം നമ്മൾ പണ്ടിറങ്ങിയപ്പോഴും 35 mm ആയിരുന്നു. അപ്പോൾ ഏരിയസിൽ ഓടി വണ്ണി കണ്ടാൽ ഫുൾ സ്ക്രീൻ ആയിരിക്കില്ല, ഇടയ്ക്ക് 2 ബ്ലാക്ക് ബാർ കാണും. പക്ഷേ അതൊന്നും നമ്മൾ അറിയേയില്ല. പിന്നെ ഒരു രസമെന്ന് പറഞ്ഞാൽ ഒരു മുറ വന്ന് പാർത്തായ പഴന്തമിഴൊക്കെ പാട്ടിൻ്റെ എഫക്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് 2-3 പ്രാവശ്യം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കിട്ടാത്ത എഫക്റ്റാണ്. കാരണം ഈ അറ്റ്മോസ് മിക്സാണ്. അത് ഇതിൻ്റെ ഓഡിയോ ട്രാക്ക് ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റിനോ. അവർക്ക് എത്ര കയ്യടി കൊടുത്താലും മതിയല്ലോ എന്നൊന്നും അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, നമുക്കത് അറിയാൻ പറ്റും. അതായത് പുതിയ സിനിമയ്ക്ക് പോലും ഇങ്ങനെ ഒരു അറ്റ്മോസ് എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് നിങ്ങളിത് തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ കാണുക, അത് കാണാൻ നോക്കുക. കണ്ടവർ ഉറപ്പായിട്ട് ഇത് വീണ്ടും കണ്ടാൽ നിങ്ങൾ ഇതുവരെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് കിട്ടും. 17 വയസ്സുള്ളപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ. ചെറുപ്പമായ പോലെ തോന്നുന്നു അതോ? ചെറുപ്പമാണല്ലോ, ചെറുപ്പമാവേണ്ട കാര്യമില്ല. പക്ഷെ ഗംഭീരം. ഒരു കലാകാരന് എത്രമാത്രം ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ്. തിലകൻ സാർ വരുമ്പോഴുള്ള കയ്യടി ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. കാരണം വെച്ചാൽ കാലത്തെ അതിജീവിച്ചും കലാകാരന്മാരുണ്ടാവുമല്ലോ എല്ലാ കാലത്തും. എന്താണ് മണിച്ചിത്രത്താഴ് ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്? എന്താണ് മണിച്ചിത്രത്താഴ് എല്ലാ കാലത്തും സ്പെഷ്യലാണ്. എത്ര തവണ ഇതിപ്പോൾ ഇതിനോടകം ഒരു 180 തവണയെങ്കിലും അപ്പം മൂവി കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും സ്പെഷ്യലാണ് ആ മൂവി. അത് ഫാസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. മുഴുവൻ കയ്യടിയും എനിക്ക് തോന്നുന്നു ഫാസിലിനും അതുപോലെ എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർക്കുമാണ് പോകുന്നത്. ആദ്യമായിട്ടാണ്.
അല്ല ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുണ്ട് പക്ഷെ ഫുള്ളായിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് ആർക്ക് കിട്ടാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ. എങ്ങനെയാണ്, സ്റ്റോറി ഒക്കെ അറിയായിരുന്നോ അതോ ഇല്ല? സ്റ്റോറി ഫുള്ളൊന്നും അറിയത്തില്ല, ഞാൻ ക്ലിപ്പിംഗ്സ് മാത്രം കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശരിക്കും കണ്ടപ്പോൾ? സൂപ്പറാണ്. ഇവിടെ കേട്ടില്ല, ഞാൻ ലാലേട്ടൻ ഫാനാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് പ്രാവശ്യം എൻ്റെ കുഞ്ഞിലെ തൊട്ടേ ഇതുവരെ ഒരുപാട് പ്രാവശ്യം ഓഫീസിൽ കാണുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം തിയേറ്ററിൽ കാണുന്നത് കേരളം ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ശോഭനമാവിൻ്റെ ലാസ്റ്റ് സീക്വൻസ് കാണാൻ ഞാൻ എത്തിയത് ഇവിടെ. പ്രത്യേകിച്ച് നമ്മൾ ഓഡിയോൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് അറിയാലോ, അത് എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ഇങ്ങനെ ഒരു ഫാൻ ഗേളെന്ന് രീതിയിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ അടിപൊളി നല്ല എക്സ്പീരിയൻസ് സൗണ്ട് ആയാലും. പിന്നെ ഒരുപാട് പേര് നമ്മൾ നഷ്ടപ്പെടും മലയാളത്തിന്. അവർക്ക് ഇപ്പോഴും ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നല്ല പ്രോജക്ട്സ് നമുക്ക് കിട്ടിയെന്നുള്ളൊരു ഒന്നും പറയില്ല. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ കുറേ 31 വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയതിൽ ഏറ്റവും ഇതുണ്ട്. മലയാളത്തിൽ തന്നെ അപൂർവം ചില സിനിമകളുണ്ട്. ഇപ്പോൾ ഒരിക്കലും തീരല്ലേ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിലൊരു സിനിമയാണ് ഈ സിനിമ. ഓക്കെ, ലാലേട്ടനെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? പഴയ ലാലേട്ടൻ അങ്ങനെ പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ ഒന്നും ഇല്ലല്ലോ ബ്രോ. ലാലേട്ടൻ ഇതല്ലേ ഉള്ളൂ. ഇതുപോലത്തെ സിനിമകൾ വീണ്ടും വരണമെന്നാണ് പുള്ളിയുടെ പഴയത് അങ്ങനെയില്ല. ഇപ്പം നമ്മളെന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഏത് പടം വന്നാലും പറയും പഴയതായാലും പുതിയതായാലും നമുക്ക്. പ്ലസ് ഞാൻ ഈ പടത്തിനെ പറ്റി വിചാരിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കും ദാറ്റ് യുനോ ഈ സ്ക്രിപ്റ്റിൽ ഇത്ര പൊട്ടൻഷ്യൽ ഉണ്ട് ദാറ്റ് ഈവൻ ഇൻ ബോളിവുഡ് നമ്മുടെ അവരാണെങ്കിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഒക്കെ എടുത്തിട്ട് ഇപ്പോഴും പൈസ ഉണ്ടാക്കുവാന്ന് ഈ സ്ക്രിപ്റ്റ് കൂടെ. റീമേക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പൈസ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ സ്ക്രിപ്റ്റിനകത്ത് എത്രമാത്രം പൊട്ടൻഷ്യൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറേ ലെജൻഡറി ആൾക്കാർ കൂടെ വന്ന് ഒരു മാസ്റ്റർ പീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരവരുടെ വേറെ പണിക്ക് പോയി നമുക്കിത് ഒരു ലൈഫ് ടൈം മെമ്മറി തന്നിട്ട് വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എല്ലാവരും കാണണം. ക്ലാസിക്, അത് എപ്പോൾ കണ്ടാലും ഒരേ ഫീൽ തന്നെ ആയിരിക്കും. ഒരു ടൈംലെസ് ക്ലാസിക്, മനസ്സും നിറഞ്ഞു കണ്ണും നിറഞ്ഞ് ഞങ്ങൾ കണ്ടു. അറിയാലോ, നിങ്ങൾക്കെല്ലാം അറിയാം ഈ സിനിമ എത്രത്തോളം എന്ന് കണ്ടാലും ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് 4Kയിൽ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ഇത്രയും നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ കണ്ട് മടുക്കാത്തൊരു സിനിമയെന്നാണ് പറയുന്നത്. അതെ, മടുക്കാത്ത സിനിമയാണ്. അത് ഇങ്ങനെ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ അതിലേറെ. ഈ സിനിമ എന്താണ് വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത്? എന്താണ് ഇതിലുള്ളത്? അല്ല, അത് ഇവരുടെ അഭിനയം തന്നെയാണ്. ശോഭന, മോഹൻലാൽ, ആ ഒരു കൂട്ടായ്മയും എല്ലാം. ഓക്കെ, താങ്ക് യു. എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. കാരണം നമ്മൾ കുറേ തവണ തിയേറ്ററിൽ ഐ മീൻ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളതാണെങ്കിലും ഇത് തിയേറ്ററിൽ, അതും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജനറേഷനിലുള്ളവർക്കൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇതിനകത്ത് പാട്ടുകളാണെങ്കിലും കോമഡി സീനുകളാണെങ്കിലും എല്ലാം ആണെങ്കിലും നമുക്ക് അത്രയ്ക്ക് മെമ്മറബിൾ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി എക്സ്പീരിയൻസ്. ഗോഡ് മൂവി ഓഫ് മലയാളം മണിച്ചിത്രത്താഴ് കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഒക്കെ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആ ലാലേട്ടൻ സിനിമ ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ.